ഒരു നിഗൂഢമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നുന്നു. കാണിച്ചെടുത്ത ഹണി ബീസിനെ കുത്തി പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഇത് വിരിയാറായ മുട്ടയാണിത്. ഇത് ഈ തവിട്ട് കളറത്തിലുള്ള നമ്മളിപ്പോൾ മറ്റേ ആ സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്ഥലങ്ങളൊക്കെ തന്നെ ഒരു കാട് പിടിച്ചൊരു രീതിക്കാണ് ഇവിടെ ഉള്ളത്. സോ ഇതാ മേലെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാക്കെ വന്നിട്ടുള്ളത്? നമ്മൾ ഇന്ന് പ്രകൃതിയിലുള്ള ഒരു ചെറുതേനീച്ച കോളനിയെ പിടിക്കാനായിട്ടാണ് ഈ നമ്മളെ പെട്ടിയിലേക്ക് മാറ്റാൻ പോവാണ്. പ്രകൃതിയിൽ നമ്മൾ പലയിടത്തും കാണാം. പ്രകൃതിയിൽ മരപ്പൊത്തുകളിൽ, വീടുകളുടെ തറയിൽ, അതുപോലെ ഇതിപ്പോൾ നമ്മൾ പിടിക്കുന്നത് ഒരു ഓളോ ബ്രിക്സിൻ്റെ ഒരു പഴയ ഒഴിവാക്കിയ ബാത്റൂമിൽ നിന്നാണ് പിടിക്കുന്നത്. പ്രകൃതിയിൽ പലയിടത്തും കാണാം. ചുമരുകളുടെ വിള്ളലുകളിലും വീടുകളുടെ തറയിലും പിന്നെ ഈ മരപ്പൊത്തുകളും മരത്തിൻ്റെ പോടുകളുണ്ടാവും കേട്, അതിലും എന്തിന് മണ്ണിൻ്റെ പൊത്തിൽ വരെ ചെറുതേനീച്ചകൾ നമുക്ക് കാണാം, സുലഭമായി കാണാം. അപ്പോൾ നമ്മളിന്ന് ഈ പ്രകൃതിയിലുള്ള ചെറുതേനീച്ചയെ നമ്മൾ പെട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇതാണല്ലേ നമ്മൾ പെട്ടി? ഇതാണ് നമ്മളെ ചെറുതേനീച്ചയുടെ പെട്ടി. ഈ പെട്ടിയിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഒരു തൊപ്പി ഇടാം. സെറ്റപ്പായി. നമ്മളതിൻ്റെ ഉള്ളിലുള്ള ഹണി ബീസിനെ കുത്തി പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. വെൽ ഡ്രസ്ഡാണ് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഹണി ബീസൊക്കെ പെട്ടെന്ന് എന്താ സംഭവം എന്നറിയാതെ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ ഭയങ്കര പ്രോബ്ലം ആവും. അതെന്തിനാ അങ്ങനെ ഇലകൾ വെച്ച് അടയ്ക്കണേ? ഇത് നമ്മൾ ഇവിടെ നമുക്ക് ഒരു രണ്ട് കൂടും കൂടി പിടിക്കാനുണ്ട്. അപ്പൊ ഇതിലെ ഈച്ചകൾ പോയിട്ട് അവിടെ ഈ കൂട്ടിൽ വന്നിട്ട് ശല്യപ്പെടുത്തും, കടിപിടി കൂടും. അപ്പൊ ആ കൂട്ടിലുള്ള ഈച്ചകള് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് താൽക്കാലികമായിട്ട് അടച്ചിടുന്നത്. ഇവിടെ നമ്മളെ കാക്കു ഇതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ് ഈ സ്ഥലം. ഒരു നിഗൂഢമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നുന്നു. കാണിച്ചെടുത്ത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷേ നമുക്ക് നല്ല ഇങ്ങനെ ഈവനിങ്സിൽ വന്നിരിക്കാനൊക്കെ പറ്റും, സെറ്റാണ്. അപ്പം എന്തായാലും അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ബാക്കി കാണിക്കാം. ഇനിയിപ്പോൾ കയറിയ മാതിരി ഇറങ്ങണ്ടേ? പിന്നെ ഇവിടുന്ന് ഇറക്കാൻ ആരെങ്കിലും എന്താ ടെൻഷൻ? ഈ കാട് കയറി വന്ന പോലെ ഇനി എങ്ങനെ ഇറങ്ങും? കുറച്ചൊന്നല്ല കേട്ടോ കയറിയതാ. അവിടെ നിന്ന് ഇതുവരെ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ ഓരോ സെക്ഷനാണ്. അടിപൊളിയാണ്. ഈച്ചയും തേനീച്ചയും എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. ഞങ്ങൾ ബാക്കിലുള്ള തേനീച്ചകൾ എപ്പോൾ വന്ന് കൊത്തുന്നു അപ്പോൾ ഒരൊറ്റ ഓട്ടാണത്ര. നമ്മളെന്തായാലും ഇതൊരു പഴയ പൊളിഞ്ഞ വീടാണ്. അതിൻ്റെ ബാത്റൂമാണ് ഇപ്പോൾ ഈ കാണുന്ന തേനീച്ച കവചമായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ജാഫ്രാക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം അതിപ്പോൾ നിൽക്കേണ്ടി വരും. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. ഇപ്പോൾ കാക്കു കുറച്ച് സമയമായി അത് തുടങ്ങിയിട്ട്. ഓരോ ഭാഗത്തും കണ്ട ആ സ്ഥലത്തും ഇങ്ങനെ മെല്ലെ 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 നല്ല ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്ത്. അതാണ് ഞങ്ങൾ കുറച്ച് വിട്ടിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതാ തേനീച്ചനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ കാണിച്ചു തരാം. കണ്ടോ,
ഇത് തേനിന്റെ ചെറിയ കട്ടകളാണ്. ഇത് ഇട്ടുണ്ടാ, ഇത് തേനാണ്. ആദ്യമായിട്ട് ഈ കൂട്ടിലുള്ള പശ ഈ തേനീച്ചയുടെ കൂട്ടിൽ തേച്ച് കൊടുക്കണം. അത് അവർക്ക് ഈ കൂട് വേഗം പാക്ക് ചെയ്യാനാണ്. അതായത് നമ്മൾ ഈ കൂടിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഈച്ചകൾ ഈ പശ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു വെക്കുക. ഈ പശ തേനീച്ചകളെ വേഗം ആകർഷിക്കും. ഈ കൂട്ടിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൂടിൻ്റെ മുൻവശത്ത് കുറച്ച് പശ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ പശ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പിന്നെ മരത്തിൻ്റെ കറകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, മെഴുകും ഉപയോഗിച്ചുകൊണ്ട് ഈച്ചകളും ഉണ്ടാക്കുന്നതാണ് ഈ പശ. ഈ പശ ഈച്ചകൾ കൂട്ടിൽ വെക്കുന്ന എന്തിനാ വെച്ചാൽ അടിയന്തര ഘട്ടങ്ങളിൽ കൂടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ അടക്കാൻ വേണ്ടിയിട്ടാണ് ഈച്ചകൾ പശ എപ്പോഴും സ്റ്റോക്ക് വെക്കുന്നത്. ജീവികളിലും ഓരോരോ മാജിക്കൽ നമ്മൾ ഇതിന്റെ എല്ലാ സൈഡിലും തേച്ച് കൊടുക്കുക. കൂടിന്റെ ഉള്ളിലും പിന്നെ പ്രവേശന ദ്വാരത്തിന്റെ മുന്നിലും നമ്മൾ തേച്ച് ഇവറ്റകളെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ തേച്ച് കൊടുക്കാണ്. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യാ? പിന്നീട് നമ്മൾ ഈ പൂമ്പൊടിയുടെ ചെറിയൊരു കഷ്ണം. പൂമ്പൊടി വളരെ ഔഷധമാണ്. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പൂമ്പൊടി ക്യാപ്സൂള് ഗുളിക രൂപത്തിൽ വരുന്നുണ്ട്. പൂമ്പൊടി പറഞ്ഞാൽ ഈച്ചകളെ മെയിൻ ഭക്ഷണമാണ്. ഈച്ചകളുടെ ഭക്ഷണം ഈ തേനും പൂമ്പൊടിയും കൂട്ടി കുഴച്ചതാണ് ഈച്ചകളെ ഭക്ഷണം. അതായത് ബീ ബ്രെഡ് എന്നാണ് അതിന് പറയപ്പെടുക. ഈ തേനും പൂമ്പൊടിയും കൂട്ടി കുഴച്ചത് ഈ കുഞ്ഞു ഈച്ചകൾക്ക് ഭക്ഷിക്കാനും വേണ്ടി ഇവർ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. മെഡിസിനൽ വാല്യൂ കൂടുതലുള്ളതാ. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കണം, നമ്മൾ പണിയെടുക്കാതെ പോയി. നല്ല വിലയാ തേനിന്റെ ചെറിയ. ഇത് തിന്നാൻ പറ്റുമോ? അത് ഈമ്പിട്ട് തുപ്പല ട്രൈ ചെയ്ത് നോക്കി ഒന്ന്. നിങ്ങളിത് എവിടുന്നാ ജാഫ്രാക്ക് പഠിച്ചത്? ഇങ്ങനെ ഞാന് വൻതേനീച്ചന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ചെറുതേനീച്ചൊക്കെ പിന്നെ നമ്മള് പഠിച്ചതാണ് പണ്ടേ. പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ കണ്ട് ചെറുതേനീച്ച പണ്ട് തന്നെ ചെറുതേനീച്ച കമ്പുള്ള ഒരാളാണ്. വൻതേനീച്ചക്ക് പിന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നമ്മള് ചെറുതേന് വൻതേനിനേക്കാൾ 10 ഇരട്ടി സ്ട്രോങ് ആയതാണ്. 10 ഇരട്ടി ഔഷധ മൂല്യം കൂടിയതാണ് ചെറുതേന്. നമ്മൾ ചെറുതേന് ചെറിയ പൂക്കളിൽ നിന്നും, അതായത് തുമ്പ, കുറുന്തോട്ടി, തുളസി പോലത്തെ ചെറിയ ഔഷധ ഗുണമുള്ള ചെടികളിൽ നിന്നുമാണ് ചെറുതേനീച്ചകൾ തേൻ ശേഖരിക്കുന്നത്. വൻതേനീച്ചകൾ വലിയ പൂക്കളിൽ നിന്ന് മാത്രമേ ശേഖരിക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ തുളസിയുടെ ഗുണം അതിൻ്റെ തേനിനുണ്ടാവും. ചെറിയ ചെറിയ ചെടികൾ അതിൽ നിന്നൊക്കെ ചെറുതേനീച്ചകൾക്ക് മാത്രമേ തേൻ ശേഖരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ് അല്ലേ? നമ്മൾ ഈ ചെറുതേരിന് ഭയങ്കര മാർക്കറ്റ് വാല്യൂ ഉള്ളത് തന്നെ ഇതാണല്ലോ. നമ്മൾ ആട്ടിലേഹ് ഉണ്ടാക്കുമ്പോൾ നമ്മള് ഇലകൾ തിന്ന് മാത്രം ജീവിക്കണ ആടിനെ നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ മെഡിസിൻസ് കഴിച്ച് വളരുന്നതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. നമ്മൾ ഈ കൂട്ടിലെ റാണിയെ തിരയുകയാണ്. ഇത് ഇവര് ഈ പുതിയ മുട്ടയിൽ ഉണ്ടാക്കി വെച്ച ചെറിയൊരു റാണി മുട്ടയാണ് ഈ വലുതായിട്ട് നിൽക്കുന്നത്.
ഇത് വിരിയാറായ മുട്ടയാണിത്. ഇത് ഈ തവിട്ട് കളറത്തിലുള്ള ഇത് അതിൻ്റെ കുറച്ചും കൂടി ഇളയത്. ഇതാണ് ഏറ്റവും ഇളയത്. റാണിനെ കണ്ടില്ല. റാണി ഇതുണ്ടോ, തേനെടുത്തോണ്ടിരിക്കാം. അപ്പോൾ വളരെ സൂക്ഷ്മതയോടും വ്യക്തതയോടും, അതെ, അത് പൊടിഞ്ഞു പോവാതെ നാം ശ്രദ്ധിക്കണം. കാക്ക, ഇവിടെ തേനീച്ചകൾ ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തിയേ? ഇത് നമ്മളെ പഴയ വീടുകള്, അതേമാതിരി ഒഴിവാക്കിയ വീടുകള്, അതേമാതിരി ഇതുപോലെ പഴയ വീടുകളുടെ തറകളിലൊക്കെ സാധാരണ ചെറുതേനീച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വീടുകൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ നോക്കിയാൽ ഒരുപാട് കൂടുകൾ ഉണ്ടാവും. ഇത് സാധാരണ ഇതിങ്ങനെ തകർന്നു പോകലാണ്, നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ പഴയ വീടുകളും കാര്യങ്ങളൊക്കെ ആരുടെ വീടിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സംഭവം ഉണ്ടോന്ന്. പ്രിക്കോഷൻസ് എടുക്കണം നമ്മൾ എന്ത് കാര്യത്തിനും ചെയ്യാൻ അറിയണവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എത്ര നേരം നോക്കി വെച്ച അതിന്റെ ഉള്ളിൽ ഉണ്ടോന്ന് അറിയില്ല, ഒന്നും അറിയില്ല. റാണിനെ നമുക്ക് ഇത്രയും നേരമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒളിച്ചിരിപ്പാണ്. റാണിനെ കിട്ടിയാലാണ് നമ്മളെ ഈ ഒരു എക്സ്പെരിമെന്റ്. ഒരു പാട്ട് പാടിക്കുന്ന തേനീച്ചയെ പറ്റിയിട്ട്. ഇപ്പൊ നമ്മള് റാണിനെ കിട്ടിയില്ലല്ലോ, അപ്പൊ നമ്മൾ അതിന് പകരമായിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ? റാണി ഇതിലില്ല. അപ്പൊ നമ്മള് ഒന്നുകിൽ മറ്റു കൂട്ടുന്ന അല്ല ഇത് നമ്മൾ റാണിനെ ഇപ്പൊ തെരഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു കൂടുകളിൽ റാണിമുട്ട ഉണ്ടാവും. ആ റാണിമുട്ട ഈ കൂട്ടിൽ വെച്ച് വിരിയിച്ച് ഇതിൽ പുതിയ റാണിയെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇതില് ഒക്കെ സെറ്റപ്പ് ആക്കി നമ്മൾ ഇനി അവിടെ പോയി വെക്കില്ലേ? ആ, ഇത് നമ്മൾ ഇതിന്റെ പഴയ സ്ഥാനത്ത് ഇവിടെ കെട്ടി തൂക്കും. ഇത് നമ്മൾ മറക്കും. അങ്ങനെ ഇനി നമ്മൾ 2 ഹോൾസും ചെയ്തെടുക്കണം അല്ലേ? അപ്പൊ അവിടെ രണ്ടും മറച്ചു വെച്ച ഭാഗത്ത് ഇതുപോലെ തുറന്ന് നമ്മൾ അതിനും എടുക്കില്ലേ പുറത്തോട്ട്? നമ്മളിപ്പോ അവിടെ 2 ഇല വെച്ച് അപ്പൊ അങ്ങനെയാണ് നമ്മള് ഈ ഹണി ബീസിനെ ഇവിടുന്ന് പിടിച്ചെടുത്തത് ഹോളോ ബ്രിക്സിന്റെ ഉള്ളിൽ നിന്ന്. ഇനി മാറ്റാൻ പോവാ. ഈ കൂട് ഇതിൽ റാണിയെ കാണാത്തതുകൊണ്ട് ഇതിൽ മുട്ടകൾ തോന ഉണ്ടായതുകൊണ്ട് ഈ കൂട് 2 എണ്ണം ആക്കാൻ പോവാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ എഗ്ഗ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ 2 ബോക്സിലോട്ടായിട്ട് മാറ്റാൻ പോവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല സൂക്ഷിച്ച് നമ്മളിത് ഡാമേജ് ആവാതെ എടുത്ത് മാറ്റണം. എന്തെങ്കിലുമുണ്ടോ? റാണിനെ കിട്ടാത്തോണ്ടുള്ള ഒരു ചെറിയ സങ്കടം ഉണ്ടാവില്ലേ? പക്ഷെ നമുക്ക് സാരല്ല, വേറെ റാണിനെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. സൂം ചെയ്താൽ കാണുന്ന അതിൽ വിരിയാറായ റാണിമുട്ട ഉണ്ട്. അതേതാ? ഇവിടെ ഇതിലിതാ ഒരു വലിയ മുട്ട ഇതാ. ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് എത്ര ഇത് കാണണ്ട. ഇതൊരു റാണിമുട്ടയാണ്, വിരിയാറായ റാണിമുട്ടയാണ്. ഇത് ഇവിടെ അടുത്ത് വിരിഞ്ഞിട്ട് ഒരു പുതിയ റാണി ഉണ്ടാവും. 2 ആക്കുമ്പോൾ ഇതിൽ എല്ലാ പ്രായത്തിലുള്ള മുട്ടകളും വേണം. പുതിയ മുട്ടയും പഴയ മുട്ടയും പൂമ്പൊടിയും പിന്നെ ബാക്കത്തെ അറയിൽ പിന്നെ തേനിൻ്റെ ഉടയാത്ത ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വേറെ കൂട്ടിൽ നിന്ന് ഇവിടെ വെച്ചു കൊടുത്താൽ ഇവിടെ അവർ തേൻ മാത്രം ഇവിടെ ഉണ്ടാക്കും. അപ്പം നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ തേൻ എടുക്കാൻ കൂട്ടി തുറക്കുന്ന സമയത്ത് ഇവിടെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ 2 ബോക്സിലോട്ട് മാറ്റിയില്ലേ? ഇതിലും റാണിമുട്ട ഉണ്ട്, ഇതിലും ഇപ്പോൾ റാണിമുട്ട ഉണ്ട്. ഇതിൽ കുറച്ച് ഇളയതാണ്, ഇതിൽ കുറച്ച് വിരിയാറായതാണ്. സേഫായിട്ട് അതിന് നല്ല
അടച്ചു വെച്ചു. നമ്മളിപ്പോൾ അതിനൊരു ടോപ്പ് ഇട്ടതാ കെട്ടി വെക്കുകയാണ്. അതിന് നമ്മൾ അവിടെ തൂക്കിയിടും എന്നാണ് പറഞ്ഞത്. നമ്മൾ എവിടെ നിന്നാണോ ഈ തേനീച്ചകളെ കളക്ട് ചെയ്തത് ആ ഭാഗം അടച്ച് ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഈ പുതിയ കൂട് തൂക്കിയിടും. അപ്പോൾ നമ്മളിതാ 2 ബോക്സും അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ കയറ് കെട്ടി ആ ബോക്സ് അവിടെ തൂക്കിയിരിക്കുകയാണ് കേട്ടോ.